എടോ ട്രെയിനിൽ ആ ഇൻഫർമേഷനിലെ നമുക്ക് കിട്ടിയത്. ഒരു ഡൗട്ട്ഫുൾ ഫിഗർ റിവേഴ്സ് വേഷം കെട്ടിട്ട് അമ്പലത്തിലേക്കാണെന്ന് തോന്നുന്നു. എടോ ശശി അല്ലടോ, നമ്മൾ ഫോട്ടോ കണ്ട ആള് തന്നെ. സോറി സാർ, സാറെ ബാഗ് തരൂ സാർ. സാർ ജീപ്പിലേക്ക് ഇരിക്കാം സാർ. സാർ പ്ലീസ് അല്പം താമസിച്ചു. ബാഗ് വീടും കുറ്റിയിടോ. സാർ ക്ഷമിക്കണം, റെയിൽവേക്കാരാ പറ്റിച്ചത്. ഫോൺ വിളിച്ച് ചോദിച്ചപ്പോ ട്രെയിൻ 1 മണിക്കൂർ ലേറ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാ, അല്ലെങ്കിൽ ഞങ്ങൾ എത്തിയേനായിരുന്നു. പക്ഷെ ഞാൻ ചോദിച്ചു വണ്ടി ബിഫോർ ടൈം ആണെന്നാണ് സാറ് പറഞ്ഞേ. സമയമായി പോകാൻ എന്ന് ഞാൻ പറഞ്ഞപ്പോ നമ്മൾ ചെന്നില്ലേലും അയാൾ വന്നോളൂന്നല്ലേ സാർ എന്നോട് പറഞ്ഞത്. അയാളൊന്നും ഞാൻ പറഞ്ഞു. പറഞ്ഞല്ലോ. എപ്പോ പറഞ്ഞോ? പോകരുതെന്ന് പറയരുത്. സാറ് പറഞ്ഞു. ഇല്ല പറഞ്ഞു സാർ. മര്യാദയ്ക്ക് ഞാൻ വണ്ടി നിറയെ പോകും കേട്ടോ. ചുമ്മാ കൊണോണാന്ന് എന്താണ് തന്റെ പേര്? രമണൻ. രമണൻ. അതെ, ഇടത്തോട്ട്. അല്ലല്ല, വലത്തോട്ട്. സോറി, തെറ്റി. ഇടത്തോട്ട്. സോറി സാർ. മാധവേട്ടാ, ഫസ്റ്റ് കേസ് ഏത് കോർട്ടിലാ? ജസ്റ്റിസ് ശങ്കര സാറിന്റെ ബെഞ്ചിലാ. OP. നിയമസഭ നേരത്തെ പിരിഞ്ഞത് നന്നായി. മോളുടെ കല്യാണമാ ഈ മാസം 29-ാം തീയതി ടൗൺ ഹാളിൽ വെച്ചാ. എന്തു പറ്റി? അസംബ്ലിയിൽ ഒരുപാട് ബഹളം വെച്ചോ? 29-ാം തീയതി സൺഡേ, കോടതി ഇല്ല, കുറിച്ചിട്ടേക്കണം. സുഷ്മ വിറ്റ്സ്വിനു. അങ്കിൾ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. ഓക്കെ. പ്രസൻസ് ഇൻ ബ്ലെസ്സിങ്സ് ഉള്ളി. തനിക്ക് എന്തു പറ്റി? നന്നാവാൻ തീരുമാനിച്ചോ? അയ്യോ, ഞാൻ ചെയ്തതല്ല. മോൾക്ക് ഒരേ ഒരു നിർബന്ധം, അതാകെ അബദ്ധമായി. എന്തെങ്കിലും തരാൻ മനസ്സുള്ളവ ഇനിയിപ്പം കൈ മെഷിഞ്ഞ് വരും. അത് കാര്യാക്കണ്ട കേട്ടോ. മകൻ സന്തോഷിന് എങ്ങനെയുണ്ട്? ഇനി കൂടാനോ കുറയാനോ ഒന്നുമില്ല. മരണം വരെ ഒരേ അവസ്ഥ തന്നെ. അവന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായവൻ ഇവിടെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ബാബ കല്യാണിക്ക് കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ. ഞാൻ അറിഞ്ഞു. കഴിഞ്ഞ ദിവസം കമ്മീഷണറിനോട് പറഞ്ഞു. ചേട്ടന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. അവനോട് പ്രതികാരം ചെയ്യരുതെന്ന് ഞാൻ ഒരിക്കലും പറയൂല. പക്ഷെ ചേട്ടൻ മുന്നിൽ നിന്നുകൊണ്ട് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും കല്യാണത്തിന് പലരെയും വിളിക്കാനില്ലേ? MLA ചെല്ല്. അതെ. സർ, വനിതാ സെല്ലിലെ സ്റ്റേഷൻ ഓഫീസറാണ് സർ. ഓ, വനിതാ സ്റ്റേഷനിലെ SI റിപ്പോർട്ട് ചെയ്യാമെന്നാണോ? അതെ സർ. അവിടെ ലോക്കപ്പിൽ പ്രതികൾ ആരെങ്കിലും ഉണ്ടോ ഇപ്പോ? 2 സെക്സ് വർക്കേഴ്സ് ഉണ്ട് സർ. സെക്സ് വർക്കേഴ്സ്? എന്താ SIയുടെ പേര്? അന്നാമാനാ സർ. എന്താ അരയന്നം എന്ന പേരിടാത്ത? അപ്പച്ചനും അമ്മച്ചിയും അന്നാമാന്നാ ഇട്ടത്. പഷ്ട്. അന്നമ്മ പോയിക്കോളൂ സർ. ഹലോ, AC ഓഫീസ്. ഹലോ, രമണനല്ലേ? അതെ.
ഞാൻ അശോകൻ. നമസ്കാരം സാർ. അവനിപ്പോ നിൽക്കുന്നോ ഇരിക്കുന്നോ? ഇപ്പൊ ഇരിക്കുന്നു. ഇനി അവൻ ഇരിക്കില്ല, നിൽക്കില്ല, കിടക്കും. ജീവിതാവസാനം വരെ കിടക്കും. പറഞ്ഞേക്കവനോട്. ഏതോ ഒരു റോങ് നമ്പർ. കൊച്ചിയെക്കുറിച്ച് ചില പ്രധാന കാര്യങ്ങൾ രമണിനോട് എനിക്ക് ചോദിക്കാനുണ്ട്. സാർ, ആരൊക്കെയാ ഈ നഗരത്തിലെ പ്രമുഖർ? കൂറ്റൻ പണക്കാർ, സമുദായ സ്വാധീനമുള്ളവർ, അത്യാവശ്യം പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ള പ്രമുഖർ. പ്രമുഖരെന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ട് സാർ. ഇപ്പൊ AN മേനോൻ വളരെ വലിയൊരു ബിൽഡറാണ്. അതുപോലെ RN മുട്ടാർ. മുട്ടാളാ? മുട്ടാളല്ല സാർ, ബുൾസയുടെ മുട്ട R നാരായണ മുട്ടാർ. മംഗലാപുരത്തൊന്നും ഇവിടെ ഒന്ന് സെറ്റിൽ ചെയ്തതാണ്. വലിയ മലഞ്ചരക്ക് വ്യാപാരിയ. അതുപോലെ അശോകൻ? അല്ല, ഇല്ല. ആരാ അശോകൻ? അശോകൻ അയാളല്ലേ ഓഫീസിൽ വെച്ച് രമണ സാറിനെ വിളിച്ചത്? അല്ലല്ല. അല്ലേ? അതെ. സാറിന് അയാളെ അറിയോ? അറിയില്ലെങ്കിൽ പിന്നെ ഞാൻ വന്ന ഉടനെ വിളിക്കുവോ? ഇതെന്ത് ചോദ്യം? ബാക്കി പ്രമുഖർ ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് പോരെ സാർ? ഓക്കെ. പിന്നെ ഉള്ളത് മാത്തൻ മാവേലി, പൊറിഞ്ചു പരുത്തിക്കാരൻ. വേറെ ആരുമില്ലേ? ഇനിയുണ്ട് സാർ. അഹമ്മദ് അലി മാറാത്ത്. അതെ. അറിയാം. പിന്നെ ഇടക്കുന്നം കുഞ്ഞാലി, PT ഇസാ മുഹമ്മദ് ഹാജി. സമുദായത്തിൽ മാത്രമല്ല എല്ലാ തരത്തിലും വലിയ ഇൻഫ്ലുവൻസ് ഉള്ളവരാണ് സാർ ഇവരൊക്കെ. പെട്ടെന്ന് ഓർമ്മയിൽ വന്ന ചില പേരുകൾ പറഞ്ഞെന്നേ ഉള്ളൂ. ഇനിയുണ്ട് ധാരാളം. ഈ പറഞ്ഞ പലരെയും സാറും കേട്ട് കാണും. ഇനി ഗുണ്ടാ സംഘങ്ങൾ? പുലി മുരുകന്റെയും പുലി അലിയുടെയും ഗ്രൂപ്പുകൾ. ദുഷ്ടന്മാരാ, വെട്ടാൻ പറഞ്ഞാ കൊല്ലും, ക്രൂരന്മാർ. പിന്നെ യാർഡ്മണി ഗ്രൂപ്പ്. യാർഡ്മണിയോ? അതെ സർ, റെയിൽവേ മാർഷലിംഗ് യാർഡിലാണ് അവന്റെ കേന്ദ്രം. പിന്നെ ചില ചോട്ടാ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അവരൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആദ്യം കുറെ പേര് പറഞ്ഞില്ലേ പ്രമുഖർ, അവര് പലരുമായി ഇവരുടെയൊക്കെ സ്പോൺസേഴ്സ്. സ്പോൺസർമാരെ ഞാൻ ഡീൽ ചെയ്തോളാം. പുലിയെയും പൂച്ചയെ അറിയിച്ചേക്ക്. ഞാൻ ചീത്തയാകരുത്, എന്നെ ചീത്തയാക്കരുത് എന്ന്. തീർച്ചയായും സർ. സിംഹം ഉള്ളപ്പോ പുലിക്കും പൂച്ചയ്ക്കും ഇവിടെ എന്ത് കാര്യം? മുറ്റ്. ഹലോ. ലത. യാ. എനിക്ക് മനസ്സിലായി. ബട്ട് സീ ലത, എനിക്ക് ഒരു ദിവസം കൂടുതൽ ചെക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഐ കാൺ ഹെൽപ്പ് ഇറ്റ്. ഔട്ട് സ്റ്റേഷൻ ചെക്ക് ഒരു ദിവസം കൂടുതൽ പിടിച്ചു വെക്കാൻ പാടില്ല. ഐ എം സോറി. പിന്നെ ഇന്ന് തന്നെ പണം റെമിറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ചെക്ക് റിട്ടേൺ ചെയ്യും. ദെൻ ഡോണ്ട് ബ്ലെയിം മീ. പ്ലീസ് ടെൽ മോഹൻ. ഓക്കെ, ബൈ.
മൈ ഗോഡ്. സമയമായി. ഗുഡ് മോർണിംഗ്. തോമസ് ഊട്ടി, ഇതെന്നെ വരവാന്നേ? ഇത്ര പെട്ടെന്ന്? ഇതെന്നെ ഒരു വാക്ക് പോലും പറയാതെ രാവിലെ വിളിച്ചപ്പോ തിരുവനന്തപുരത്താന്ന് പറഞ്ഞിട്ട്? ആ സമയത്ത് ട്രെയിൻ കോട്ടയം വിട്ടായിരുന്നടി. ആന്നോ? ഏ എടി കൊച്ചി, എനിക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. നേരാണോ? കർത്താവേ, ദിസ് ഈസ് ടു മച്ച്. ഇതെന്നെ തോമാച്ചാ നീ നേരത്തെ പറയാനേ? ഇന്നലെ ഇന്ന് നമ്മൾ എത്ര പ്രാവശ്യം സംസാരിച്ചായിരുന്നു? യു ക്രേസി. 1 മിനിറ്റ് കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വീടും പൂട്ടി പോയനെ. ആ എന്റെ കൊച്ചു ഓഫീസിലേക്കല്ലേ, ബാക്കിയൊക്കെ നമുക്ക് വൈകിട്ട് സംസാരിക്കാം. പിന്നെ ഞാൻ ഇന്ന് ലീവ് എടുത്തോട്ടെ? എന്നാത്തിനാ? വേണ്ട കൊച്ചേ, എനിക്ക് ഇന്ന് തന്നെ ചാർജ് എടുക്കണം. ഞാൻ ഉടനെ പോകും. തൽക്കാലം മോളിച്ചല്ലേ. ഓക്കെ, ബൈ. ബൈ. ആ, നിങ്ങൾ പോലീസുകാരൊക്കെ കണക്കാ. നീയല്ലേ പറഞ്ഞത് നിന്റെ ബോസ് കല്യാണി വിളിക്കുന്നു? അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചേ ഇല്ല. മോളിച്ചല്ലേ. ബൈ. കല്യാണി വിളിക്കാത്തതിന്റെ ഒരു കുഴപ്പമുള്ളൂ. ഒന്നുമില്ല, ചുമ്മാ പൊടി. ആ സലാം. നമസ്കാരം. സാറിനെ എവിടെയോ കണ്ട നല്ല ഓർമ്മ. സാറ് MSN കോളേജിലുണ്ടായിരുന്നോ ലെക്ചറായിട്ട്? ഇല്ല. അപ്പൊ എനിക്കാള് മാറിയതാവും. ഞാൻ ആ കോളേജിൽ കുറച്ചു കാലം ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു. അപ്പൊ സാറിനെ കണ്ടതുപോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ ലെക്ചറും അല്ല, MSN കോളേജ് എനിക്ക് അറിയേയില്ല. ആ ഡ്രൈവർ ആരാ? യൂസഫ്. അയാൾ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ നിനക്ക്? പറഞ്ഞ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് എത്തിക്കണം. ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഡ്രൈവർ ആരാ? അവന് എന്നെ മനസ്സിലായോ? അവനെ വിലയ്ക്ക് വാങ്ങണം. സാറിനെ എവിടെയോ കണ്ട നല്ല ഓർമ്മ.